ഇന്ന് ജപ്പാൻ വേഴ്സസ് ബ്രസീൽ മാച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ബ്രസീൽ ഫാൻസിന്റെ വീഡിയോസ് ഞാൻ കാണാനിടയായി. ജപ്പാന്റെ ഫാൻസ് എവിടെ, ജപ്പാനൊക്കെ തൂക്കി അടിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറെ ഷോ കാണിക്കുന്ന ഒരുമാതിരി കുറെ വീഡിയോസ്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഗ്രൂപ്പ് എഫിൽ ഒരു ഏഷ്യൻ രാജ്യം നെതർലാൻഡ്സിനെ 2-2, ട്യൂണീഷ്യക്കെതിരെ 4-0, സ്വീഡനെതിരെ 1-1 ഇത്രയൊക്കെ പിടിച്ച് തോൽവി അറിയാണ്ട് റൗണ്ട് ഓഫ് 32 വന്നു. റൗണ്ട് ഓഫ് 32 അവർ നേരിട്ടതാകട്ടെ 5 വട്ടം വേൾഡ് ചാമ്പ്യന്മാരായ ബ്രസീലിനെ. ആ ബ്രസീലിനെതിരെ ആ മത്സരത്തിൽ 29-ാം മിനിറ്റിൽ കൈഷോസാണ് ഒരു ഗോൾ അടിച്ച് മുമ്പന്തിയിൽ നിൽക്കുകയും 56-ാം മിനിറ്റിൽ കാസമീറോ ഗോൾ അടിക്കുന്നതാണ്. അങ്ങനെ സമനില നേടി 95-ാം മിനിറ്റിലാണ് ഗബ്രിയൽ മാർട്ടിനെല്ലി തിരിച്ചൊരു ഗോളും കൂടെ അടിക്കുന്നത്. ഈ 96-ാം മിനിറ്റ് വരെ ബ്രസീൽ എന്ന വേൾഡ് ചാമ്പ്യന്മാരെ 1-1 സമനിലയിൽ പിടിച്ചിടാൻ കഴിഞ്ഞതും 29-ാം മിനിറ്റിൽ തന്നെ ഒരു ഗോള് ബ്രസീലിനെതിരെ അടിക്കാൻ കഴിഞ്ഞതും ജപ്പാൻ എന്നുള്ള ഒരു ഏഷ്യൻ രാജ്യത്തിന്റെ ഏറ്റവും വലിയ നേട്ടം തന്നെയാണ്. 95-ാം മിനിറ്റിൽ ഗബ്രിയൽ മാർട്ടിനെല്ലി ആ ഗോൾ അടിച്ച ശേഷമാണ് ബ്രസീൽ വിൻ ചെയ്യുന്നത്. സോ ജപ്പാൻ ചുമ്മാ തോറ്റതല്ല, കളിച്ച് തന്നെ പൊരുതി തന്നെ തോറ്റതാണ്. എനിവേ ബ്രസീൽ നല്ല രീതിക്ക് കളിച്ചു. ഇതുവരെയുള്ള ബ്രസീലിന്റെ മാച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഈ പെർഫോമൻസ് ബ്രസീലിന്റെ വലിയൊരു കംബാക്ക് തന്നെയാണ്. ജപ്പാന്റെ മാച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ട് അവർ കളിച്ചെങ്കിലും സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ആസ് എ ജപ്പാൻ ഫാൻ ഇതെല്ലാം ഞാൻ ഇതിൽ കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ജപ്പാൻ ബ്രസീലിനെതിരെ 95-ാം മിനിറ്റ് വരെ ഒരു സമനില പിടിച്ച് നിർത്തിയെങ്കിൽ അത് ജപ്പാന്റെ കഴിവ് തന്നെയാണ്, അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ മോർ ഓവർ ഇതൊരു ഗെയിമാണ്, ഒരാൾ വിൻ ചെയ്യും, ഒരാൾ ലോസ് ആവും. വിൻ ചെയ്ത ആള് ജേർണി കണ്ടിന്യൂ ചെയ്തു പോകും, തോറ്റ ആള് അവരുടെ ജേർണി ഇവിടെ എൻഡ് ആവും. പക്ഷേ ഒരു ടീമിന്റെ ഇന്നത്തെ കളി വെച്ച് മാത്രം നാളെ ഈ ടീം അതേപോലെ കളിക്കുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡേ ആൻഡ് ദ എക്സ്പീരിയൻസ്. എത്ര എനിക്ക് പറയാനുള്ളൂ, ഇന്ന് ജയിച്ചു എന്ന് വിചാരിച്ച് അഹങ്കരിക്കരുത്. നാളെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഐവറി കോസ്റ്റ് വേഴ്സസ് നോർവേയിൽ ആരാണോ വിൻ ചെയ്യുന്നത് അവരായിരിക്കും. സോ ഇന്ന് കാഴ്ചവെച്ച പെർഫോമൻസ് ആവില്ല നാളെ ചിലപ്പോൾ ബ്രസീൽ കാഴ്ചവെക്കാൻ പോകുന്നത്. ഇന്ന് നിങ്ങൾ വിജയിച്ചു എന്ന് വിചാരിച്ച് തോറ്റ ആൾക്കാരെ കളിയാക്കാനോ അല്ലെങ്കിൽ അവരുടെ ഫാൻസിനെ കളിയാക്കാനോ അതൊന്നും, ഇതൊക്കെ വെറും ഷോ എന്നേ പറയൂ. സോ ദാറ്റ്സ് ഇറ്റ്.